വെൽക്കം ടു ഉഷാസ് കുട്ടി ലോകം. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോൾ വിശേഷങ്ങൾ പറയാം എന്ന് വിചാരിച്ചു. 2 ദിവസത്തെ സ്റ്റോളായിരുന്നു അമൃതപുരിയിൽ അമ്മയുടെ 72 ബർത്ത്ഡേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ ഞാൻ വീഡിയോസായിട്ട് ഞാൻ ഇട്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല. സോ ഐ തോട്ട് ഐ വിൽ ഷെയർ ഇറ്റ് നൗ. പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ്. അപ്പോൾ ഇത് അതിൻ്റെ പോസ്റ്ററൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ബ്രൗഷറൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് വിൽക്കണേ, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണുള്ളത് എന്നുള്ളതായിരുന്നു. ആൻഡ് ദിസ് ഈസ് ലൈക്ക് എ സ്മോൾ ഒരു ബാനർ പോലെ ഞാൻ ചെയ്തിരുന്നു. പിന്നെ അവിടെ അമൃതപുരി കോളേജിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ കോളേജിൽ നവരാത്രി സ്പെഷ്യലായ കാരണം ബൊമ്മക്കൊല്ലകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അസലായിരുന്നു അതിൻ്റെ ആ പ്രിപ്പറേഷൻ. ഭഗവതികളും ഉണ്ട്, കൃഷ്ണന്മാരുണ്ട്. എത്ര എത്ര ഈശ്വരന്മാരാണ് നമുക്കുള്ളതെന്ന് വെച്ചാൽ അറിയില്ല. അത്രയും അവർ അക്കോമഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഒരു ഹ്യൂജ് ബിഗ് ബൊമ്മക്കുള്ളിയായിരുന്നു അത് വെച്ചത്. ആൻഡ് സിൻസ് ഇറ്റ്സ് നവരാത്രി അല്ലേ, നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഒരു നല്ലൊരു സ്റ്റേജും അതേ പണിയായിരുന്നു. ബിക്കോസ് 25-ന് ഞങ്ങൾ പോയിരുന്നേ. അപ്പോൾ ലഡു സേവ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഇതാണ് അമ്മ പ്രസാദമായിട്ട് കൊടുക്കുന്നത്. സോ അതിനൊക്കെ സേവയ്ക്കൊക്കെ കൂടാൻ പറ്റി. ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ ഉള്ളിൽ സ്റ്റോള് വെച്ചാൽ നമ്മുടെ ബർത്ത്ഡേ ആയ കാരണം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിലൊക്കെ അവർ ഫ്ലെക്സ് വെച്ചായിരുന്നു. ഇതായിരുന്നു സ്പോട്ട് നമുക്ക് കിട്ടിയിരുന്നത് സ്റ്റോളായിട്ട് ഇടാൻ വേണ്ടി. ഇതൊരു പാർക്കിംഗ് ഏരിയ ആയിരുന്നു. പക്ഷേ അവർ അത് നീറ്റാക്കിയിട്ട് അത് അതിൻ്റെ ബാനറൊക്കെ ഇനി വരണേ ഉള്ളൂ. സോ അത് 25th ആയ കാരണം നമ്മളൊന്ന് സെലക്ട് ചെയ്ത് വെച്ചു. ഞാനൊന്ന് വെറുതെ വിഷ്വലൈസ് ചെയ്തു എങ്ങനെയായിരിക്കും എന്നത്. അവിടുന്ന് പിന്നെ ഫുഡ് കിട്ടി. ബിക്കോസ് തലേ ദിവസം കുറേ പേര് സേവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫുഡൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാൻ പറ്റി. പിന്നെ പിറ്റേ ദിവസം 26th രാവിലെ അവർ ആ കണ്ട സ്പോട്ടിൽ തന്നെ അവർ എല്ലാം കർട്ടനൊക്കെ വെച്ച് സൈഡിൽ ഇതാക്കി. പിന്നെ അപ്പോൾ ഞാൻ എൻ്റെ ബാനറൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. ഞാൻ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ സെറ്റ് ചെയ്തു. അതൊക്കെ പിൻ ചെയ്തിട്ടാണ് വെച്ചിരുന്നത്. ടീഷർട്ടൊക്കെ ഞാൻ പിൻ ചെയ്ത് വെച്ചായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ഗുഡ് സ്റ്റോൾ ഏരിയ. കുറച്ച് കാര്യങ്ങൾ ഞാൻ കൊണ്ടുപോയത് കാരണം ഐ കുഡ് പിൻ ഇറ്റ് ടു ദ കർട്ടൻസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നത്. ഇവർ കുറച്ച് കൂട്ടുകാരെ ഹെൽപ്പ് ചെയ്യാൻ കിട്ടി. അതൊരു ഭയങ്കര ഭാഗ്യം എന്ന് പറയുന്നു. ആൻഡ് ദിസ് ഈസ് ദ സ്റ്റോൾ. ഇത് വീഡിയോ ആണ് ഞാൻ എടുത്തത്. അന്ന് രാത്രി ഒരു 10 മണി കഴിഞ്ഞു ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ആൻഡ് സോ ഞങ്ങൾ പ്രൊഡക്ട്സൊക്കെ ഞാനവിടെ വെച്ചിട്ടില്ല. ഞാൻ പിറ്റേ ദിവസമാണ് പിന്നെ. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ കാർഡൊക്കെ കിട്ടി. സ്റ്റോളിൽ നിൽക്കണ കാരണം ഒരു കാർഡൊക്കെ കിട്ടി. ആൻഡ് ഓഫ് കോഴ്സ് കസ്റ്റമേഴ്സ് വന്ന് ബൈ ചെയ്യാൻ തുടങ്ങി. അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ ഓരോ പ്രൊഡക്ട്സ് നോക്കുമ്പോഴും ഇതെന്താണ്, ഇതെങ്ങനെയാണ് എന്നൊക്കെയായിരുന്നു അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് അവർക്ക് മേടിക്കാനുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. സോ ഐ തോട്ട് ഇറ്റ്സ് ഗുഡ്. അപ്പോൾ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തു. അവർ ഭയങ്കര ഹാപ്പി ആയി. പ്രൊഡക്ട്സൊക്കെ അവർ നോക്കി. ആൻഡ് ദിസ് വാസ് എ സ്മോൾ ഗെയിം ദാറ്റ് ഐ ഹാവ് സെറ്റ് അപ്പ്. ആക്ച്വലി ഇതൊന്ന് നമ്മൾ ആ പേര് കാണുന്ന വേർഡ്സുകൾ നമ്മൾ കണ്ടെത്തണം. അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സ്റ്റോളിൻ്റെ തന്നെ ഫോട്ടോസ്. ഭയങ്കര വെയിലും ഉണ്ടായിരുന്നു, മഴയും ഉണ്ടായിരുന്നു. രണ്ടും മിക്സായിരുന്നു ശരിക്കും പറയാച്ചാൽ. ആൻഡ് സോ ആ പിള്ളേർ കുറച്ച് പേര് വന്നായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഓരോ വേർഡ്സ് ഇങ്ങനെ നോക്കി. കുറച്ച് നേരം പിടിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ വേർഡ്സും അവർ കണ്ടെത്തി. അത്രയും വേർഡ്സ് താഴെ കാണിച്ച അത്രയും വേർഡ്സ് അവർ കണ്ടെത്തി. സോ ഐ തോട്ട് ഓക്കെ, എന്തായാലും ഇത്രയും നേരം അവരിരുന്ന് ചെയ്തതായ കാരണം അവർക്ക് എന്തെങ്കിലും ഞാൻ ഒരു ചെറിയ കുട്ടി ഗിഫ്റ്റും വെച്ചായിരുന്നു. സോ അതും അവർക്ക് കൊടുത്തു. അവർക്ക് ഭയങ്കര ഹാപ്പിയായി. സ്റ്റിക്കേഴ്സും കിട്ടി, ചോക്ലേറ്റും കിട്ടി. സോ ഇറ്റ് വാസ് ലൈക്ക്, ആൻഡ് ഓഫ് കോഴ്സ് നമ്പർ ഓഫ് പീപ്പിൾ സ്റ്റാർട്ടഡ് ടു കോൺട്രിബ്യൂട്ട്. അവർ വന്ന്, ഇത് അടുത്ത ടീമായിരുന്നു, അവർക്കും കിട്ടി. പിന്നെ ചില മറ്റേ അമൃതയിൽ തന്നെ വർക്ക് ചെയ്യണ സ്റ്റാഫുകൾ അവരൊക്കെ വന്ന് മേടിച്ചു. അവർക്കും അതെ ഭയങ്കര ഹാപ്പിയായി ഓരോ പ്രൊഡക്ട്സും കണ്ടപ്പോൾ. ഇത് എൻ്റെ ഒരു എക്സ് കൊളീഗിനെ ഞാൻ കണ്ടു. ഞാൻ അമൃതയിൽ വർക്ക് ചെയ്ത കാരണം ഇന്ദു ചേച്ചി എന്ന് പറയും, അവരെയും കണ്ടു. പിന്നെ ഇത് ഡോക്ടർ സൗമ്യ, അവരും അതേ ഒരു പ്രൊഡക്റ്റ് മേടിച്ചായിരുന്നു. പിന്നെ ഇവർ ബുക്ക് മേടിച്ചായിരുന്നു. ടീഷർട്ടും അതെ ഇവർ മേടിച്ചായിരുന്നു. അങ്ങനെ അവർക്ക് മേടിച്ച ആൾക്കാർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആക്ച്വലി. ഞങ്ങൾ പിന്നെ ഒരു സെൽഫി എടുത്തു അമ്മയും കൂടിയിട്ട്. അമ്മയും അച്ഛനും ഒക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഇതെല്ലാം സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട്. അപ്പോൾ ബിഹൈൻഡ് ദ സീൻസാണ് ഇത്. ഓപ്പോസിറ്റ് നമുക്ക് കാണുന്നത് ഫുഡ് സ്റ്റോളായിരുന്നു.
ആൻഡ് ഓഫ് കോഴ്സ് ഇത് ചില പിള്ളേർ മൈസൂരിൽ നിന്നൊക്കെ വന്നായിരുന്നു സേവയ്ക്കായിട്ട്. അപ്പോൾ അവരൊക്കെ വന്ന് മേടിച്ചു കീ ചെയിന് ഇയറിങ്സ് ഒക്കെ വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ അമ്മയുടെ തന്നെ കീ ചെയിനും ഇയറിങ്സും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ പാവ അച്ഛൻ അവിടെ ഇരുന്ന് സ്റ്റോളിലൊക്കെ ഇരുന്ന് ഭയങ്കര ഇതായിരുന്നു ശരിക്കും പറയാൻ വെച്ചാൽ. ആക്ച്വലി അമ്മയുടെ എന്തോ ഒരു ഇറ്റ് ഈസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഓൾസോ ടു ഗെറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് പീപ്പിൾ ഓൾസോ. പിന്നെ സ്വാമിജി വന്നായിരുന്നു, അനകാമ സ്വാമിജി, അമ്മയുടെ തന്നെ സ്വാമിജിയാണ്. സ്വാമിജി വന്ന് വിസിറ്റ് ചെയ്തായിരുന്നു. അതായിരുന്നു ഇത് ഈ പിക്ചർ അപ്പം എടുത്ത്. പിന്നെ ഒരു പ്രൊഡക്റ്റ് ടീഷർട്ട് മേടിച്ചായിരുന്നു ഒരു സാറ്. പിന്നെ ഇതൊരു കുട്ടി അത് ഡാൻസും കളിച്ചിരുന്നു നമ്മുടെ അടുത്തുനിന്ന് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് അത് വന്നത്. പിന്നെ ഇവരും അതേ തെലുങ്ക് ആന്ധ്ര അങ്ങനെ കുറേ പിള്ളേരൊക്കെ വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ മേടിച്ചായിരുന്നു. സോ ദിസ് ഇസ് ദി പാർട്ട് 1 ഓഫ് 26th സംഭവിച്ചതും 25th സംഭവിച്ചതാണ്. So thank you for joining me into this കുട്ടി video. Until next time, stay tuned for the part 2.